സംസ്ഥാനം വരും ദിവസങ്ങളിലും ഇരുട്ടിൽ തന്നെ ഉറപ്പായി. തുടർച്ചയായ 4ാം ദിവസവും 5 മണിക്കൂർ നീണ്ട വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. UDF സർക്കാർ മുന്നൊരുക്കം നടത്താതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യത്തിന്റെ 17% മാത്രമാണ് ഇപ്പോൾ ഉത്പാദനം നടക്കുന്നതെന്നും അനാവശ്യ വൈദ്യുതി ഉപഭോഗം ഒഴിവാക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. പവർ കട്ടിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത പ്രതിഷേധ പരിപാടികളുമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ സർക്കാരിനെതിരെ രംഗത്തെത്തി. ഇരുട്ട് തുടരും. അതിരൂക്ഷമാണ് വൈദ്യുതി പ്രതിസന്ധി. ഉപഭോഗത്തിന്റെ 20% താഴെ മാത്രം ഉൽപാദനം. കടം വാങ്ങാൻ പോലും വൈദ്യുതി കിട്ടാനില്ല. അടുത്ത കാലത്തൊന്നും സമാനതകളില്ലാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. സർക്കാരിന് പറയാനുള്ളത് ഇത്രമാത്രം: പ്രതിസന്ധി കഠിനം, അതുകൊണ്ട് നിയന്ത്രണം വേണം. എയർ കണ്ടീഷണറും ഇസ്തിരിപ്പെട്ടിയുമെല്ലാം ഓഫ് ചെയ്തു വെക്കണം. എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടി ആലോചിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കലാണ്, ഉപയോഗം പരിമിതപ്പെടുത്തലാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ നടപടികളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കാലം കൊണ്ടോ 2 മാസക്കാലം കൊണ്ടോ സാധ്യമല്ല. സർക്കാർ വേണ്ട വിധം മുന്നൊരുക്കം നടത്താത്തതുകൊണ്ടാണ് ഈ നിലയിൽ വന്ന് നിൽക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. മുൻകൂട്ടി പറയാതെയാണ് പവർ കട്ട്. സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പക്ഷേ ഉപഭോക്താക്കളെ കറണ്ട് കട്ട് ചെയ്യുന്ന കാര്യം സർക്കാർ മുൻകൂട്ടി അറിയിക്കുന്നത് പോലുമില്ല. നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. അപ്പോൾ അതിനാവശ്യമായ തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം. ആവശ്യമായത്ര വൈദ്യുതി വാങ്ങണം. അതിൽ പൂർണ്ണമായ കെടുകാര്യസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ജനങ്ങളെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു അമ്മാനമാടാൻ പാടില്ല. ഗവൺമെൻറ്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോവുകയാണ് വേണ്ടത്. LDF സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാത്തത് ദീർഘകാല കരാറുകൾ നിലനിർത്തിയതുകൊണ്ടാണ്. പുതിയ സർക്കാർ വൈദ്യുതി പ്രതിസന്ധി മുന്നിൽ കണ്ട് യാതൊന്നും ചെയ്തില്ല, പിണറായി പറഞ്ഞു. ലോകകപ്പ് ഫൈനൽ സമയത്ത് പവർ കട്ട് ഉണ്ടാകാതിരിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പവർ കട്ടിനെതിരെ DYFI തിരുവനന്തപുരം പട്ടത്തെ KSEB ആസ്ഥാനത്തേക്ക് പെട്രോമാക്സുമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കൈകൊണ്ട് നിഴൽ രൂപങ്ങൾ ഉണ്ടാക്കിയുള്ള DYFI മേഖലാ കമ്മിറ്റികളുടെ പ്രതിഷേധവും തുടരുകയാണ്. മെഴുകുതിരി വെട്ടത്തിലെ പവർ കട്ട് ഫോട്ടോഗ്രഫി മത്സരം, കഴിഞ്ഞ 10 വർഷം കാണാതിരുന്ന പവർ കട്ട്, ഇതാദ്യമായി നേരിട്ടവരുടെ അനുഭവക്കുറിപ്പുകൾ പങ്കുവയ്ക്കൽ എന്നിങ്ങനെ വേറിട്ട പ്രതിഷേധ പരിപാടികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സമ്മാനത്തിലുമുണ്ട് കൗതുകം. 1ാം സമ്മാനമായി മണ്ണെണ്ണ വിളക്കും 2ാം സമ്മാനമായി 2 പെട്ടി മെഴുകുതിരിയുമാണ് നൽകുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.